ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ 9ാം ക്ലാസ്സിലെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇനി അതിനകത്ത് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുള്ള പാർട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു ഒബ്ജക്റ്റ് സ്ട്രേറ്റ് ലൈൻ മോഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ കുറയ്ക്കുന്നതായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇവിടെ -2ലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ ഈ 5ലെത്തി. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ -2ഉം ഫൈനൽ പൊസിഷൻ 5ഉം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞേ? ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ കുറയ്ക്കുന്നതല്ലേ. നോക്കിക്കേ, ഇവിടെ ഫൈനൽ പൊസിഷൻ എത്രയാണ്? 5 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? -2. 5 -2 ഈസ് ഈക്വൽ ടു, ഇത് നോക്കിക്കേ, 2 മൈനസ് അടുത്ത് വന്നു. അപ്പോൾ എന്താവും എന്നാണ് പറഞ്ഞത്? 2 മൈനസ് അടുത്ത് വരുമ്പോൾ എന്താകും? പ്ലസ് ആവും. അപ്പോൾ 5 + 2 എന്ന് കിട്ടി. 5 + 2 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. 5 + 2 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 7 എന്ന് കിട്ടി. നോക്കിക്കേ, ഇനി കറക്റ്റാണോ നോക്കിക്കേ. 1 2 3 4 5 6 7 7 യൂണിറ്റ് ആണ് നമ്മുടെ ഓബ്ജക്റ്റ് മൂവ് ചെയ്തത്. ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇനിഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട്, ഫൈനൽ പൊസിഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനിഷ്യൽ പൊസിഷൻ ഞാൻ x എന്നെടുത്തു, ഫൈനൽ പൊസിഷൻ y എന്നെടുത്തു. ഇനിഷ്യൽ പൊസിഷൻ എക്സും ഫൈനൽ പൊസിഷൻ വൈയും ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് y - x ആയിരിക്കില്ലേ? y - ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ കുറയ്ക്കുന്നതല്ലേ. നോക്കിക്കേ, ഇവിടെ y എത്രയാണ്? y എന്ന് പറയുന്നത് 7 മൈനസ് x എന്ന് പറയുന്നത് എത്രയാണ്? 4. 7 - 4 ഈസ് ഈക്വൽ ടു 7 - 4 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫൈനൽ പൊസിഷൻ 4 ആണ് മൈനസ് ഇനിഷ്യൽ പൊസിഷൻ 7 ആണ്. 4 - 7. ഇവിടെ നോക്കിക്കേ, സൈൻ ഡിഫറൻ്റ് ആണ്. സൈൻ ഡിഫറൻ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വലിയ സംഖ്യ ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. ഇവിടെ 7ൽ നിന്ന് 4 കുറച്ച് 3 എഴുതി. വലുതിൻ്റെ സൈൻ ഏതാണ്? മൈനസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഫൈനൽ പൊസിഷൻ എത്രയാണ്? -7 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? +4 ആണ്. -7 - 4 +4 എന്നിടാം. ഓക്കെ, +4 എന്നിടാം. ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, -7 ഇവിടെ പ്ലസും മൈനസും കൂടെ വന്നാൽ എന്താണെന്നാണ് പറഞ്ഞത്? മൈനസ് ആവും. -4 എന്ന് കിട്ടി. ഓക്കെ, -7 - 4 സൈൻ ഒരേപോലെ വന്നാൽ എങ്ങനെയാണെന്നാ പറഞ്ഞേ? രണ്ടും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക, പൊതുവായ സൈൻ ഇടുക. 7ഉം 4ഉം കൂടെ കൂട്ടി 11 എഴുതി. പൊതുവായ സൈൻ ഏതാണ്? മൈനസ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫൈനൽ പൊസിഷൻ 4 ആണ് മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? -7 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 4 ഈ 2 മൈനസ് കൂടെ എന്താവും? ഒരുമിച്ച് വന്നാൽ എന്താവും എന്നാണ് പറഞ്ഞത്? പ്ലസ് ആവും. 4 + 7 എന്ന് കിട്ടി. 4ഉം 7ഉം കൂടെ കൂട്ടി 11. ഓക്കെ, ഇവിടെ ഫൈനൽ പൊസിഷൻ 7 ആണ് മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? -4 ആണ്. ഈസ് ഈക്വൽ ടു 7. 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആവും. 7 + 4 ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇവിടെ ഫൈനൽ പൊസിഷൻ നോക്കിക്കേ, ഫൈനൽ പൊസിഷൻ ഇവിടെ എത്രയാണ്? -4 ആണ്. -4 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? 7 ആണ്. ഇവിടെ നോക്കിക്കേ, ഒരേപോലുള്ള സൈൻ വന്നാൽ എങ്ങനെയാണ്? രണ്ടും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക, പൊതുവായ സൈൻ ഇടുക. 7ഉം 4ഉം കൂട്ടി 11 എഴുതി. പൊതുവായ സൈൻ മൈനസ്. ഇവിടെ ഫൈനൽ പൊസിഷൻ എത്രയാണ്? -7 ആണ് മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? -4 ആണ്. -4
ഈസ് ഈക്വൽ ടു -7. ഈ 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആവും. +4 ഈസ് ഈക്വൽ ടു, ഇവിടെ സൈൻ ഡിഫറൻ്റ് ആയിട്ട് വന്നു. സൈൻ ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ്? വലിയ സംഖ്യ ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 7 നിന്ന് 4 പോയി 3 എഴുതി. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ ഇടുക, -3. ഓക്കെ, ഇവിടെ ഫൈനൽ പൊസിഷൻ എത്രയാണ്? -4 ആണ്. -4 ആണ്. -4 മൈനസ് ഇവിടെ ഇനിഷ്യൽ പൊസിഷൻ എത്രയാണ്? -7 ഈസ് ഈക്വൽ ടു -4. ഇവിടെ നോക്കിക്കേ, 2 നെഗറ്റീവ് ഒരുമിച്ച് വന്നു. എന്താവും? പ്ലസ് ആവും. +7. സൈൻ ഡിഫറൻ്റ് ആയിട്ട് വന്നു. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 7 നിന്ന് 4 കുറച്ചു 3 എഴുതി. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ ഏതാണ്? പ്ലസ് ആണ്. അപ്പം +3. ഓക്കെ, ക്ലിയർ ആയോ? ടേബിൾ കംപ്ലീറ്റ് ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം നോക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്? കോളത്തിനകത്ത് എന്താണ് ഇട്ടേക്കുന്നത്? ടേബിളിനകത്ത് ബോക്സിനകത്ത് എന്താണ് ഇട്ടേക്കുന്നത്? ഫോർ എനി നമ്പർ എക്സ് ആൻഡ് വൈ ദെൻ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് പറയാം. ഇങ്ങനെയാണ്. ഫോർ എനി നമ്പർ എക്സ് ആൻഡ് എനി പോസിറ്റീവ് നമ്പർ വൈ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്ട് 2 നെഗറ്റീവ് അടുത്ത് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞില്ലേ? ആ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഫോർ എനി പോസിറ്റീവ് നമ്പർ എക്സ് ഏതോ ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് -x ഇസ് ഈക്വൽ ടു 2 നെഗറ്റീവ് പോസിറ്റീവായി +x എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? എക്സ് ഏത് 2 പോസിറ്റീവ് നമ്പർ ആണെങ്കിലും -x ഇസ് ഈക്വൽ ടു x എന്ന് എഴുതാം. എക്സാമ്പിൾ നോക്കിക്കേ. -2 ഇസ് ഈക്വൽ ടു, ഈ 2 മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. +2 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഫോർ എനി നമ്പർ എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഏത് 2 നമ്പറോ ആയിക്കൊള്ളട്ടെ. എക്സ് മൈനസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഇങ്ങ് വെളിയിലെടുക്കുക, കോമൺ എടുക്കുക. ഓക്കെ, ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇവിടെ വൈയുടെ കൂടെ കിടക്കുന്ന സൈൻ ഏതാണ്? മൈനസ്. ഓക്കെ, ആ മൈനസിനെ ഞാൻ ഇനി വെളിയിലെടുത്തു. നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മൈനസ് വൈ എന്ന് പറയുന്നത് എന്താവും എന്ന് പറഞ്ഞു? പ്ലസ് ആകും എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അതുപോലെ പ്ലസ് മൈനസ് എന്താകും എന്ന് പറഞ്ഞു? മൈനസ് ആകും എന്ന് പറഞ്ഞില്ലേ? അതേ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ ഞാൻ മൈനസ് ഇഞ്ഞു കോമൺ എടുത്തു. ബാക്കി എന്താണുള്ളത്? പ്ലസ് അല്ലേ? പ്ലസ് മൈനസ് ആവുമെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ബാക്കി നമ്മൾ പ്ലസ് ആണുള്ളത്. വൈ ബ്രാക്കറ്റിനകത്ത് എഴുതി. മൈനസ്, ഇവിടെ നോക്കിക്കേ, നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ -(-x) പ്ലസ് ആവും. ഓക്കെ, അതായത് മൈനസ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ഓക്കെ -x എന്നാവത്തില്ലേ? ഓക്കെ, -(y - x) എന്ന് എഴുതാം. നോക്കിക്കേ, പേജ് നമ്പർ 132 പേജിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ടേക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് x, y, z ആൻഡ് കാൽക്കുലേറ്റ് x - y - z ആൻഡ് x - y plus z are both the same number in all cases. എല്ലാ കേസിലും x - y - z-ഉം x - y plus z-ഉം ഈക്വൽ ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം നമുക്ക് പ്രോബ്ലം. ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞത് എക്സും വൈയും ഇസഡും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക. ദെൻ എക്സ് മൈനസ് y - z എന്ന് പറയുന്നതും x - y plus z എന്ന് പറയുന്നതും ഈക്വൽ ആണോ എന്ന് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യമേ എക്സിൻ്റെ വാല്യൂ 2 എന്നെടുത്തു, വൈൻ്റെ വാല്യൂ 4 എന്നെടുത്തു, സെഡിൻ്റെ വാല്യൂ 5 എന്നെടുത്തു. അപ്പം ചെയ്ത് നോക്കാം. എക്സ്, ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് 2 മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 4 മൈനസ് സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്തോ കിട്ടുമെന്ന് നോക്കാം. 2 മൈനസ് ഓക്കെ, ഇവിടെ സൈൻ ഡിഫറൻ്റ് ആണ്. ഓക്കെ, സൈൻ ഡിഫറൻ്റ് ആകുമ്പം ബ്രാക്കറ്റിനകത്തുള്ളതാണ് പറയുന്നത്. സൈൻ ഡിഫറൻ്റ് ആകുമ്പോൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുത് 5, 5 നിന്ന് 4 കുറച്ചു 1. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ മൈനസ്. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇനി
2 ഈ ഇതുപോലെ മൈനസ് ഒരുമിച്ച് 2 മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് പറഞ്ഞു, പ്ലസ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, 2 + 1 2 + 1 എത്രയാണ്, 3 എന്ന് കിട്ടി. ഇനി ഇവിടെ 3 കിട്ടുന്നോ നോക്കാം. ഇവിടെ എന്താണ്, എക്സ് മൈനസ് വൈ 2 - 4 + z + 5. ഓക്കെ, ഇവിടെയും എന്താണ്, സൈൻ ഡിഫറൻ്റ് ആണ്. സൈൻ ഡിഫറൻ്റ് ആകുമ്പം വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുത് 4, 4ൽ നിന്ന് 2 കുറച്ച് 2 എഴുതി. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ ഏതാണ്, മൈനസ്. ഓക്കെ, +5. ഇവിടെ അതേ റൂള് തന്നെയാണ്. സൈൻ ഡിഫറൻ്റ് ആയി വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ. 5ൽ നിന്ന് 2 കുറച്ചു 3, വലുതിൻ്റെ സൈൻ ഏതാണ്, പ്ലസ്. ഓക്കെ, രണ്ടും നമുക്ക് തുല്യമായിട്ട് കിട്ടിയില്ലേ. എക്സ് മൈനസ് വൈ മൈനസ് ഇസഡും എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡും ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, വേറെ കുറേ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, ബാക്കി നോക്കാം. എക്സിന് ഞാനൊരു -2 എടുക്കുന്നു. ഓക്കെ, -2. വൈക്ക് ഞാനൊരു -3 എടുക്കുന്നു. സെഡ് ഒരു 4 എടുക്കുന്നു. എക്സ് -2 വൈ -3 സെഡ് 4 എടുത്തു. ഓക്കെ, ആദ്യം നമുക്ക് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് -2 മൈനസ് വൈ മൈനസ് ഇസഡ്. വൈ എത്രയാണ്, -3 മൈനസ് ഇസഡ് -4, വിച്ച് ഇംപ്ലൈസ്. ഓക്കെ, -2 അതേപോലെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, -2 എഴുതി, അതിനുശേഷം ഈ മൈനസ് ഇട്ടു. ഇനി ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ചെയ്യാം. സൈൻ ഒരേപോലെ വന്നാൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞേ, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, പൊതുവായ സൈൻ ഇടുക. 4 3 കൂടെ കൂട്ടി 7 എഴുതി. പൊതുവായുള്ള സൈൻ ഏതാണ്, മൈനസ്. ഇത്രയും ക്ലിയർ ആയോ? ബാക്കി നോക്കാം. ഓക്കെ, -2. ഇവിടെ നോക്കിക്കേ, 2 മൈനസ് അടുത്തടുത്ത് വരുമ്പോൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, അത് പോസിറ്റീവ് ആവും. -2 + 7 ആയി. ഓക്കെ, = ഇവിടെ വീണ്ടും സൈൻ ഡിഫറൻ്റ് ആയിട്ട് വരുമ്പം വലിയ സംഖ്യ ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. 7ൽ നിന്ന് 2 കുറച്ചു 5 കിട്ടി. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ പോസിറ്റീവ്. ഇവിടെ നോക്കാം, നമുക്ക് ഈ സൈഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് വൈ, എക്സ് എത്രയാണ്, -2 എക്സ് മൈനസ് വൈ -2 എക്സ് എഴുതി, ഈ മൈനസ് ഇട്ടു. ഇനി വൈയുടെ വാല്യൂ എത്രയാണ്, -3. ഓക്കെ, അതുകൊണ്ടൊരു ബ്രാക്കറ്റിനകത്ത് ഇട്ടോ, -3. ഇത് ഇത്രയും കൂടെ ഒരു ബ്രാക്കറ്റിലിരിക്കട്ടെ, അതാണ് ഈ ബ്രാക്കറ്റ്. ഓക്കെ, പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്, 4. ഇത് എഴുതിയത് ക്ലിയർ ആയോ? ഞാൻ എക്സിൻ്റെ വാല്യൂ എഴുതി -2, ഈ മൈനസ് അതേപോലെ ഇട്ടു, പിന്നെ ഒരു കുഞ്ഞ് ബ്രാക്കറ്റ് ഇട്ട് തെറ്റാതിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ വൈ എഴുതി -3, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, പ്ലസ് സെഡ് എത്രയാണ്, 4. സോൾവ് ചെയ്ത് നോക്കാം. =-2 അണ്ടേ നോക്കിക്കേ, 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ എന്താവും, പ്ലസ് ആവും. +3 പ്ലസ് ഈ 4 അതേപോലെ എഴുതി. ഇവിടെ സൈൻ ഡിഫറൻ്റ് ആകുമ്പം വലുത് ഏതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈഡ് ഇടുക. 3ൽ നിന്ന് 2 കുറച്ചു 1 കിട്ടി. വലുതിൻ്റെ സൈൻ പ്ലസ്, ഈ പ്ലസ് ഇട്ടു. ഓക്കെ, 4 അതേപോലെ എഴുതി. 4 + 1 1 + 4 5. ഓക്കെ, എക്സ് മൈനസ് വൈ മൈനസ് ഇസഡും 5 കിട്ടി. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡും 5 കിട്ടി. അവിടെ ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിളും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് എടുത്തു, എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് എടുത്തു. ദെൻ 2 നെഗറ്റീവ് എടുത്തു, 1 പോസിറ്റീവ് എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 നമ്പർ നെഗറ്റീവ് നമ്പർ എടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ് എത്രയാണ്, -5, ഈ മൈനസ് ഇട്ടു. എക്സ് മൈനസ് വൈ എത്രയാണ്, -2, ഈ മൈനസ് ഇട്ടു. മൈനസ് സെഡ് എത്രയാണ്, -1. ഓക്കെ, ഇങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ നെഗറ്റീവ് അകത്ത് വരുമ്പോൾ നമ്മളൊരു കുഞ്ഞ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, ഈ ഫുൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. =-5 ഈ മൈനസ് ഇട്ട് വെച്ചു. ഓക്കെ, ഇനി ബ്രാക്കറ്റിനകത്തുള്ളത് നോക്കാം. -2 ഈ 2 എന്താവും, 2 നെഗറ്റീവ് അടുത്ത് വരുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞേ, പോസിറ്റീവാണ്. +1. ഓക്കെ, -5 മൈനസ് ഇവിടെ നോക്കിക്കേ, സൈൻ ഡിഫറൻ്റ് ആകുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, വലുതിൻ്റെ സൈൻ. 2ൽ നിന്ന് 1 കുറച്ചു 1 എഴുതി. വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ നെഗറ്റീവ്. ഓക്കെ, നമുക്ക്
-5 മൈനസ് ഈ മൈനസും കൂടെ എന്താവും എന്ന് പറഞ്ഞു, പ്ലസ് ആവും, +1. -5 ഇത് തമ്മിൽ പ്ലസ് ആയി, പ്ലസ് എഴുതി, ഈ 1 എഴുതി. ഓക്കെ, ഇവിടെ സൈൻ ഡിഫറൻറ്റ് ആകുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. 5 5 1 കുറച്ചു 4, വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ ഏതാണ്, മൈനസ്. ഓക്കെ, നമ്മുടെ ആൻസർ -4 എന്ന് കിട്ടി. ഓക്കെ, നമുക്കിനി ഈ സൈഡ് ചെയ്ത് നോക്കാം. x മൈനസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ, x മൈനസ് വൈ പ്ലസ് ഇസഡ് അതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് എത്രയാണ്, -5 മൈനസ്, ഓക്കെ ഈ മൈനസ് അതേപോലെ ഇട്ടു, മൈനസ് വൈ എത്രയാണ്, -2 x മൈനസ് വൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, പ്ലസ് ഇസഡ് എത്രയാണ്, -1. നോക്കാം, -5 ഈ മൈനസ് എന്താവും, പ്ലസ് ആവും, +2 ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ്. ഓക്കെ, ഈ പ്ലസും ഈ മൈനസും കൂടെ എന്താവും, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താവും എന്ന് പറഞ്ഞു, ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് ആവും. ഓക്കെ, അപ്പം -5 +2 ഇത് തമ്മിൽ മൈനസായി, -1. ഓക്കെ, = ഇവിടെ നോക്കി സൈൻ ഡിഫറൻറ്റ് വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചു, വലുതിൻ്റെ സൈൻ. 5 ൽ നിന്ന് 2 പോയി 3 എഴുതി, വലുതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ ഏതാണ്, -1. ഓക്കെ, -1 അല്ല മൈനസ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, 5 ൽ നിന്ന് 2 കുറച്ചു 3 എഴുതി, വലുതിൻ്റെ കൂടെ കിടക്കുന്ന വലുത് 5 ആണ്, അതിൻ്റെ കൂടെ കിടക്കുന്ന സൈൻ മൈനസ് എഴുതി. ഓക്കെ, ബാക്കി ഇവിടെ എന്താണുള്ളത്, -1. ഇവിടെ നോക്കിക്കേ സൈൻ ഒരേപോലെ വന്നു, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, പൊതുവായ സൈൻ ഇടുക, 4 പൊതുവായ സൈൻ മൈനസ്. ഓക്കെ, ഇവിടെ -4 കിട്ടി, ഇവിടെ -4 കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് പറയാം, ഈ എല്ലാ കേസിലും x മൈനസ് വൈ മൈനസ് ഇസഡ് എന്തിന് ഈക്വലായി, x മൈനസ് വൈ പ്ലസ് ഇസഡിന് ഈക്വലായി. ഈ എല്ലാ കേസിലും ഇത് തമ്മിൽ ഈക്വൽ ആണെന്ന് കിട്ടി. എക്സും വൈയും ഇസഡും ഏത് പോസിറ്റീവോ നെഗറ്റീവോ എനി നമ്പർ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് വൈ മൈനസ് ഇസഡ് = ആവുന്നു എന്തിന്, x മൈനസ് വൈ പ്ലസ് ഇസഡിന്. ഓക്കെ, ക്ലിയർ ആയോ?